ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ പ്രകാശനും അമ്മയും കൂടി കല്യാണിനെ കിരണിനെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ പറയുന്നുണ്ട്, നോക്കിക്കോളെ കിരണേ, നീ അനുഭവിക്കും, ഇവിടെ വിവാഹം കഴിച്ചാൽ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂടാ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, എടി കല്യാണി നോക്കിക്കോടി, നീ ഇവിടുന്ന് പെരുവഴിയിൽ ഇറങ്ങും, പിച്ചച്ചട്ടി എടുക്കൂടി പിച്ചച്ചട്ടി, നിനക്കേ മൂത്തവരെ കണ്ട അഹങ്കാരം എല്ലേടി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ദീപ പറയേണ്ടതേ, ഇവിടെ വന്ന് എൻ്റെ പിള്ളേരെ പ്രാകാണ്ട് ഇറങ്ങി പൊയ്ക്ക് രണ്ടും എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട്, കണ്ടിലയുടെ പ്രകാശ നിന്റെ ഭാര്യയുടെ അഹങ്കാരം എന്ന് പറയണം. അമ്മേ, ഭാര്യയോ, എൻ്റെ മുൻ ഭാര്യ എന്ന് പറയണതായിരിക്കും അമ്മ നല്ലത് എന്ന് പറയുവാണ്. അവളുടെ അഹങ്കാരം കണ്ടില്ലേടാ, അവളിപ്പോൾ ആകെ മാറി, ഇപ്പം ചുണ്ടിൽ ചായവും തേച്ച് പൊട്ടും വെച്ച് നല്ല അടിപൊളി സാരി കൊടുത്തിട്ട് നടക്കണത്. എടി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഈ അമ്മയ്ക്ക് ഒരു നല്ലൊരു ആലോചന കൊണ്ടുവന്ന് കൊടുക്ക്, അങ്ങനത്തെ രീതിയിലല്ല ഇപ്പോൾ നടക്കണത്, വേണമെങ്കിൽ ഒരാളെ കൂടി കല്യാണം കഴിക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് തീവ് പറയണ്ട, അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ മോനെ കല്യാണം കഴിപ്പിക്കുന്ന എന്ന് പറയുവാണ്. പ്രകാശ, നീ വാടാ, ഇവിടത്തൊക്കെ പറഞ്ഞാലേ നമുക്കൊരു സമയം പോകാന്നേ ഉള്ളൂ. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, ഇറങ്ങി പോവാൻ നോക്കണം, ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞിട്ട് ഇവിടെ കയറാൻ നിൽക്കരുത്. ഇല്ല, ഇനി ഇവിടെ വരണില്ല, ഞങ്ങളെ ഇത് പറയാൻ വേണ്ടി വന്ന, നിങ്ങൾക്ക് മാത്രമല്ല നല്ല കാലം, ഞങ്ങൾക്കും ഉണ്ട് നല്ല കാലം, അതൊന്ന് പറയാനും ബോധിപ്പിക്കാനും വേണ്ടി വന്നതാ എന്നൊക്കെ പറയട്ടെ. നമ്മുടെ പ്രകാശൻ അമ്മേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങും കേട്ടോ. പ്രകാശൻ്റെ അമ്മയുടെ പോക്ക് കാണുമ്പോഴേക്കും കിരണിനും കല്യാണിക്കും ദീപകൊക്കെ ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ അഹങ്കാരത്തോടു കൂടി പ്രകാശൻ അമ്മേൻ്റെ തോളത്ത് കൈവിട്ട് അവിടെ നിന്ന് വാതിലും തള്ളി തുറന്ന് പുറത്തേക്ക് പോകുവാണ്. വിശേഷം കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടി രൂപയുടെ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. ആ സമയത്ത് രൂപ ചോദിക്കുന്നുണ്ട്, പ്രകാശിന് ഇത്ര അഹങ്കാരം, പണവും കിട്ടാൻ വേണ്ടിയിട്ട് അവനെന്താ വല്ല ലോട്ടറി അടിച്ചോ എന്ന് പറയാണ്. രൂപേ, അങ്ങനെ താൻ പറയലോ, ലോട്ടറി അടിക്കണമെങ്കിൽ കുറച്ച് ഭാഗ്യം വേണം, അവനാ ഭാഗ്യമൊന്നുമില്ല, അവനെ ലോട്ടറി ഒന്നും ആയിരിക്കില്ലേ, എവിടെയെങ്കിലും കുറച്ച് എന്തിലൊക്കെ ആരെങ്കിലൊക്കെ കൂട്ടുണ്ടാവും, പക്ഷെ അതൊന്ന് താൽക്കാലികം മാത്രമാണ് മക്കളെ, അവനൊന്നും നന്നാവില്ല, കാരണം അത്രമാത്രം വേദനിപ്പിച്ചവനാ. എങ്ങനെ നന്നാവണമെന്നാണ് പറയണത്, ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിലത്തേക്ക് വീഴും, കഷ്ടപ്പെടാണ്ട് കിട്ടുന്ന പൈസ ഒന്നും കയ്യിൽ നിൽക്കില്ല മക്കളെ എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് കല്യാണത്തിൽ കിരൺ പറഞ്ഞിട്ട്, ഇപ്പോൾ നിനക്ക് ആ ഒരു വിഷമം മാറിക്കിട്ടിയല്ലോ, അച്ഛനെ നെഞ്ചോട് വന്നപ്പോൾ ചെറുതായിട്ട് നിൻ്റെ മനസ്സൊന്നും ഇടറിയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, അതെ മോൾഡ്, ഞാൻ പറഞ്ഞില്ലേ അയാളെ സഹായിക്കാനൊന്നും പോകേണ്ടിയിരുന്നില്ല എന്ന്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അതെ അമ്മേ, എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് ഞാൻ സഹായിക്കേണ്ടിയിരുന്നില്ല എന്ന്, ഇനി അമ്മ നോക്കിക്കോ, ഇനി അയാൾക്ക് 10 പൈസയുടെ സഹായം ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇവള് പറഞ്ഞാണമ്മേ, ഇവളുടെ അമ്മക്കും അതെ, ഇപ്പം പ്രകാശ് എന്ന് പറഞ്ഞ ആളെ, അയാളുടെ അമ്മേനെ കണ്ണെടുത്താൽ കണ്ടൂടാ ഇവളുടെ അമ്മക്ക്, അതുപോലെ തന്നെ ഇപ്പം ഇവൾക്കും, എന്തായാലും ഇവള് അയാളെ സഹായിക്കുമെന്നില്ല, അതെനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വേണം മോളെ എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് കല്യാണം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാലും പ്രകാശിന് ഈ പണവും അതുപോലെ തന്നെ പെട്ടെന്ന് ഈ അഹങ്കാരം എങ്ങനെ കയറി എന്ന രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ കല്യാണി. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ പ്രകാശൻ കാർത്തികയുടെ കൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് പോവാട്ടോ. ആ സമയത്ത് കാർത്തിക പ്രകാശിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പ്രകാശിനെ നോക്കിയിട്ട് പ്രകാശിനോട് പറയുന്നുണ്ട്, പ്രകാശിനെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എവിടെയോ കണ്ടപ്പോഴത്തെ ഒരു ഓർമ്മ എന്ന്. വേറെ ഒന്നുമല്ല പ്രകാശ, എൻ്റെ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിലേ മരിച്ചു പോയതോ. അയ്യോയ്യോ എന്ന് പ്രകാശൻ പറയുമ്പോൾ, അയ്യോ, അയാളുടെ ഒരു സങ്കടം കണ്ടാലും മതി, പെൺമക്കളെ വെറുക്കുന്ന ഒരാളുടെ സങ്കടം എന്തൊക്കെയാ മനസ്സിൽ വിചാരിക്കേട്ടോ നമ്മുടെ കാർത്തിക. അതെ പ്രകാശ, എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി, എനിക്ക് അച്ഛാന്ന് ഒരുപാട് നാളെ വിളിക്കാനും പറ്റില്ല, സത്യം പറയാലോ, എൻ്റെ അച്ഛൻ്റെ മുഖച്ഛായ അതുപോലെ തന്നെയാണ് പ്രകാശന എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഇനി ഇവളുടെ അമ്മേനെ കൊണ്ടെങ്ങാനും എന്നെ കെട്ടിക്കാനുള്ള പുറപ്പാടാണ് ഇവൾക്ക് എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശൻ ലക്ഷ്മി എടുത്ത് പറഞ്ഞില്ലേ, ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, പെൺപിള്ളേർ ജനിച്ച കുലം മുടിയും എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് കാർത്തിക ആലോചിക്കുകയാണ്. അതിനുശേഷം കാർത്തികയ്ക്ക് ദേഷ്യം വരും കേട്ടോ. പക്ഷേ പ്രകാശൻ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്ന കാർത്തികയുടെ കയ്യിലേക്ക് പ്രകാശം കൊടുക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, പ്രകാശ അകത്ത് വന്നിരിക്കാം എന്ന് പറയുകയാണ്. അത് മേഡം, അകത്തേക്ക് വന്നോളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അകത്തേക്ക് പ്രകാശിനെ വിളിക്കുന്നുണ്ട്, ഇരിക്ക് പ്രകാശ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാർത്തിക ഇരിക്കുന്നുണ്ട്. അല്ല, പ്രകാശിൻ്റെ വീട്ടുകാര്യങ്ങളൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, മക്കൾ, ഭാര്യ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരൊക്കെ ഇപ്പം എവിടെയുണ്ടെന്ന് പറയുമ്പോൾ, അതൊന്നും പറയാതിരിക്കുകയാണ് മേഡം നല്ലത്. എന്തു പറ്റി? ഞാൻ പെൺമക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്, എനിക്ക് മൂത്തത് 2 പെൺപിള്ളേരാ എന്നിങ്ങനെ പറയുകയാണ്. അവർ രണ്ടുപേരും തലതെറിച്ച് പോയി എന്ന് പറയുകയാണ്. അതിൽ രണ്ടാമത്തെ പെൺകുട്ടി
അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതെന്താ പ്രകാശ അവളെ മാത്രം ഒരുപാട് സ്നേഹിക്കാൻ കാരണം എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ പ്രകാശ് പറഞ്ഞിട്ട് അവൾക്ക് സംസാരശേഷി ഇല്ല മാഡം. അപ്പം അതുകൊണ്ട് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മാഡത്തിന് അറിയാമോ, ചെറുപ്പത്തിൽ അവളെ കഴുത്തിൽ ഞാനൊരു മണി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മണിയോ, അതെന്തിനാ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അതെ അവൾക്ക് സംസാരശേഷി ഇല്ലല്ലോ, അണ്ടെനിക്ക് പേടിയായിരുന്നു. എൻ്റെ വീട് കായൽ തീരത്താണ്. അപ്പോൾ കായൽ തീരത്തോട് അവളങ്ങനെ മുട്ടിലൊഴിഞ്ഞ് പോയി 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 വീഴുമെന്ന് എനിക്കൊരു പേടിയായിരുന്നു. അതുകൊണ്ട് കഴുത്തിൽ ഞാനൊരു മണി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് കുറച്ചുകൂടെ വലുതായപ്പോഴേ അവളവളുടെ തനി ഗുണം കാണിച്ചു. നല്ല പണക്കാരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ കിരൺ എന്നവൻ്റെ പേര്, അവനൊരു മണ്ടന. അവനെ കണ്ടപ്പോഴേക്കും അവൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേക്കും അവളുടെ കൂടെ അവൾ ഒളിച്ചോടി പോയി അവള് എന്ന് പറയാണ്. പിന്നെ രണ്ടാമത്തെ മോള് കാദംബരി, അവൾക്കും അതേ സ്വഭാവം തന്നെയാണ്. ഒളിച്ചോടി പോക്കൊന്നുമല്ല കേട്ടോ, എന്നെ വിലയില്ല. ഇപ്പതേ അവളുടെ കമ്പനിയിൽ സ്റ്റാഫായിട്ട് നിൽക്കുക, അവളും ഭർത്താവും കൂടിയിട്ട്. പിന്നെ എൻ്റെ ഭാര്യ പണം കണ്ട അവിടെ വീഴും. എൻ്റെ രണ്ടാമത്തെ മോളെന്ന് പറഞ്ഞില്ലേ, അവളുടെ പണം കണ്ട് എൻ്റെ ഭാര്യ അവളുടെ കൂടെയാണ് പോയി നിൽക്കുന്നത്. പിന്നെ എന്നെ കണ്ടാലും ഇപ്പോൾ അവൾക്കൊന്നും വിലയില്ല മാഡം, ഇങ്ങനത്തെ ഒരു അച്ഛനേ ഇല്ലെന്നൊക്കെയാണ് പറയണത്. അല്ല, രണ്ടാമത്തെ മോള് സംസാരിക്കില്ലെന്നല്ലേ പ്രകാശം പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ അത് വേറൊരു കഥ മാഡം. ഇപ്പോൾ അവൾ സംസാരിക്കാൻ കാരണം ആരാ? ഞാൻ എൻ്റെ വൃക്ക ഒരെണ്ണം കൊടുത്തിട്ടാണ് മാഡം അവളുടെ ഓപ്പറേഷൻ നടത്തിയിട്ട് ഞാൻ സംസാരശേഷി കൊണ്ടുവന്നത്. എന്നിട്ടും അവൾക്കിപ്പോൾ എന്നെ കണ്ടുകൂടാ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ എനിക്ക് ആകെയുള്ളൊരു ഇതൊന്നും ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മോനാണ്. മോളുടെ മക്കളുടെ പേരൊക്കെ എങ്ങനെയാണ്? മൂത്തവളുടെ പേര് കാദംബരി, രണ്ടാമത്തെ അവളുടെ പേര് കല്യാണി, മൂന്നാമത്തെ ആളുടെ പേര് ഞാൻ പറയാം കാർത്തികൻ അല്ലേ? അപ്പോൾ കാർത്തികേയൻ എന്നല്ലേ പേര്? അല്ലേ മാഡം? അവനെ ഇട്ടേക്കുന്ന പേര് വിക്രമാദിത്യൻ, രാജാവിൻ്റെ പേര് കീഴോ ചെങ്കോലൊക്കെയുള്ള രാജാവ് എന്ന് പറയുവാണ്. എന്നിട്ട് ആ മകൻ എവിടെ? അതിനെക്കുറിച്ചുള്ള കഥയൊക്കെ ഞാൻ പിന്നെ പറയാം മാഡം. എങ്കിൽ ശരി മാഡം, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയുവാണ്. അല്ല പ്രകാശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രകാശിന് എതിരൊന്നും പറയരുത്. ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഇപ്പം പറയാം. എന്താ മാഡം? അതെ, ഞാൻ പറഞ്ഞില്ലേ, പ്രകാശിനെ കണ്ട എനിക്ക് എൻ്റെ അച്ഛൻ്റെ പോലെ അതേ മുഖച്ചയാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ അടുത്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രകാശിനെ കണ്ടതിന് അച്ഛൻ്റെ ട്വിൻസ് ആണെന്നേ പറയുള്ളൂ എന്ന് പറയുകയാണ്. അച്ഛൻ്റെ പ്രകാശം മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇവളുടെ അമ്മേനെ കൂടെ അങ്ങനെ കെട്ടിക്കോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അയ്യോ മാഡം, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അല്ല പ്രകാശന, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ പ്രകാശിനെ അച്ഛനെ പോലെ കണ്ടോട്ടെ, ഞാൻ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അച്ഛൻ്റെ പ്രകാശം മനസ്സിൽ വിചാരിക്കണം, പിന്നെ എൻ്റെ രണ്ട് പെൺമക്കളെ കൊണ്ടുപോയി ഞാൻ അച്ഛാന്ന് വിളിപ്പിക്കാറില്ല, പിന്നെയാ നീ. പക്ഷെ എനിക്ക് നിന്നെ സോപ്പിട്ടേ പറ്റൂ, എനിക്ക് എൻ്റെ മോനെ പുറത്തിറക്കണം എന്നൊക്കെ പ്രകാശം വിചാരിക്കുകയാണ്. അതിനെന്താ മാഡം, മാഡത്തിന് എന്നെ അച്ഛാന്ന് വിളിക്കാമല്ലോ. പിന്നെ പ്രകാശൻ ഞാൻ പ്രകാശൻ അച്ഛൻ വിളിക്കുമ്പോൾ മേഡം ഒന്ന് എന്നെ വിളിക്കല്ലേ, എന്നെ വേണമെങ്കിൽ കാർത്തിക എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ മോളേന്ന് വിളിച്ചോ എന്നിങ്ങനെ പറയാണ്. അല്ലെങ്കിൽ എടി പൊടി എന്നൊക്കെ വിളിച്ചോ. അയ്യോ, അങ്ങനെയൊന്നും വിളിക്കില്ല മേഡം, ഞാൻ എൻ്റെ പെൺമക്കളെ പോലും ഞാൻ എടി പൊടി എന്ന് വിളിക്കാറില്ല, ഞാൻ മോളേന്ന് വിളിച്ചോളാം. ശരി പ്രകാശ. പിന്നെ പ്രകാശിനൊരു അമ്മയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ അമ്മേനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാമോ? അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ പാവം, ഇവിടെ നിർത്താം, എനിക്കൊരു കൂട്ടാവും, പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം പ്രകാശിൻ്റെ അമ്മേനെ, സോറി അച്ഛൻ്റെ അമ്മേനെ. എൻ്റെ അമ്മൂമ്മയല്ലേ, എനിക്ക് എൻ്റെ അമ്മൂമ്മനെ കാണാൻ ധൃതിയായി പ്രകാശൻ എൻ്റെ അമ്മൂമ്മനെ നാളെ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മേഡം, ഞാൻ കൊണ്ടുവരാം. ഇവിടെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി നോക്കിക്കോളും പ്രകാശിൻ്റെ അമ്മേനെ, നന്നായിട്ട് നോക്കിക്കോളും. എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മേനെ ഞാൻ നോക്കിക്കോളാം പ്രകാശ് നാളെ കൊണ്ടുവരാം മോള് വിഷമിക്കേണ്ട കേട്ടോ. ശരി അച്ഛ എന്ന് പറയുകയാണ്. അങ്ങനെ പ്രകാശൻ മീശയൊക്കെ പിരിച്ചിട്ട് കാർത്തികയുടെ മുമ്പിൽ ഒരു രാജാവിനെ പോലെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.